മോശം ശർക്കര ഉപയോഗിച്ച് അരവണ നിർമ്മിച്ചതിനെ തുടർന്ന് 75,000 അരവണ ടിന്നുകളാണ് പൊട്ടിനശിച്ചത്. ശബരിമല സന്നിധാനത്തെ അരവണ നിർമ്മാണം നിർത്തിവെച്ചു. സമ്പന്നന്മാർക്കും അതുപോലുള്ളവർക്കും ശബരിമലയിൽ പോകാൻ ഹെലികോപ്റ്റർ ഏർപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. മുൻമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധം. ഇന്ന് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്ന കോൺഗ്രസ് പാർട്ടി മുൻപൊരിക്കൽ കേരളം ഭരിച്ചിരുന്നു. അന്നും ശബരിമലയും ദേവസ്വം ബോർഡുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നത്തെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും അവസ്ഥ ഇന്നത്തെ കോൺഗ്രസ് സഖ്യകക്ഷികളായ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ തന്നെ നമുക്കൊന്ന് കണ്ടുവരാം. കാരണം വർഷം 10 കഴിഞ്ഞപ്പോൾ ആ കാലമൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. അന്നദാനം നടത്തിക്കൊണ്ടിരിക്കെയാണ് കുടിവെള്ള വിതരണം വിച്ഛേദിച്ചത്. ഒരു പൈപ്പിൽ നിന്ന് നിരവധി ഇടങ്ങളിലേക്ക് വെള്ളമെടുക്കുന്നതിനാലാണ് ബന്ധം വിച്ഛേദിച്ചതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്നാൽ സേവനത്തിനെത്തിയ തങ്ങളോട് ദേവസ്വം ബോർഡ് അധികൃതർ നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്ന് അയ്യപ്പ സേവാ സമാജം കുറ്റപ്പെടുത്തുന്നു. മോശം ശർക്കര ഉപയോഗിച്ച് അരവണ നിർമ്മിച്ചതിനെ തുടർന്ന് 75,000 അരവണ ടിന്നുകളാണ് പൊട്ടിനശിച്ചത്. ഇതാണ് പരീക്ഷണശാലയിലേക്ക് പരിശോധനകൾക്കായി അയച്ച ശർക്കരയുടെ സാമ്പിൾ. ഇത്തരം ശർക്കരകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അരവണകൾ പുളിച്ചു പൊങ്ങിയതോടെയാണ് ടിന്നുകൾ കേടുവന്നത്. ശർക്കരകൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് 2 തവണയാണ് ഗുണനിലവാര പരിശോധന നടത്തുന്നത്. പരിശോധനാ സമയത്ത് നല്ല ശർക്കരകൾ നൽകുകയും പിന്നീട് സന്നിധാനത്തേക്ക് മോശം ശർക്കരകൾ എത്തിക്കുകയുമാണ് ഏജൻസികൾ ചെയ്യുന്നതെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ശബരിമല സന്നിധാനത്തെ അരവണ നിർമ്മാണം നിർത്തിവെച്ചു. അരവണ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന ഏജൻസികൾ ഗുണനിലവാരം കുറഞ്ഞ കൽക്കണ്ടവും മുന്തിരിയും എത്തിച്ചതിനെ തുടർന്നാണ് അരവണ നിർമ്മാണം നിർത്തിയത്. സന്നിധാനത്തെ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയ ഉദ്യോഗസ്ഥനാണ് CP ഗോപകുമാർ. കഴിഞ്ഞ സീസണിലെ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ അനുവാദം തേടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഈ നിർദ്ദേശത്തെ അവഗണിച്ചാണ് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയത്. ഈ വർഷം തുടക്കത്തിൽ തന്നെ അരവണ നിർമ്മാണ പ്ലാന്റിലെ ക്രമക്കേട് കണ്ടെത്തിയത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. സമ്പന്നന്മാർക്കും അതുപോലുള്ളവർക്കും ശബരിമലയിൽ പോകാൻ ഹെലികോപ്റ്റർ ഏർപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2016 ഓഗസ്റ്റ് 16 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് നടന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം പ്രയാറും അജയ് തറയിലും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1,15,10,000 രൂപയുടെ മരാമത്ത് പണിക്ക് അനുമതി നൽകിയതടക്കം 26 സുപ്രധാന തീരുമാനങ്ങളും എടുത്തു. പക്ഷേ ഈ യോഗത്തിൽ ഇരുവരും പങ്കെടുത്തിരുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇവർ തന്നെ സമർപ്പിച്ചിട്ടുള്ള യാത്രാപ്പടി രേഖകൾ. പ്രയാർ ഈ ദിവസം ചിതറയിൽ നിന്ന് ശബരിമലയിലേക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അജയ് തറയിൽ ആലുവയിൽ നിന്ന് ശബരിമലയിലേക്കും. ഇരുവരും ഈ ദിവസം യാത്രാബത്ത വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. യാത്ര ചെയ്തിട്ടാണ് ബത്ത വാങ്ങിയതെങ്കിൽ തിരുവനന്തപുരത്തെ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തതായ മിനിറ്റ്സ് രേഖ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അതിനാൽ ദേവസ്വം വകുപ്പ് സംശയകരമായ ഈ രേഖകൾ പരിശോധിക്കുകയാണ്. കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന സെക്രട്ടറി VS ജയകുമാർ മിനിറ്റ്സ് എഴുതി തയ്യാറാക്കിയെന്നാണ് സർക്കാർ സംശയിക്കുന്നത്. കേവലം അരവണയിൽ പോലും ആവർത്തിച്ച് അഴിമതി നടന്നിരുന്ന ശബരിമല, കുമ്പിടിമാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗവും, ഇതൊക്കെയായിരുന്നു UDF ഭരണത്തിന് കീഴിലെ ശബരിമലയും ദേവസ്വം ബോർഡ്. ഇനി ഈ ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിരുന്ന VS ശിവകുമാറിന്റെ പ്രൊഫൈൽ, അതായത് അദ്ദേഹത്തിന്റെ അഴിമതി കഥകൾ ഞാൻ പറയുന്നതിനേക്കാളും നന്നായി ഈ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മുൻമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധം. അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകരാണ് പ്രതിഷേധിക്കുന്നത്. വി എസ് ശിവകുമാറിന്റെ ഉത്തരവാദിത്വത്തിലാണ് പണം നിക്ഷേപിച്ചതെന്നും സൊസൈറ്റി പ്രസിഡന്റ് M രാജേന്ദ്രൻ പണം മുഴുവൻ പിൻവലിച്ചെന്നും ആരോപിച്ചാണ് പ്രതിഷേധം. ശിവകുമാറിന്റെ PA ആണ് രാജേന്ദ്രൻ, ബിനാമിയാണ്. അപ്പൊ എല്ലായിടത്തും വസ്തുക്കളൊക്കെ വാങ്ങിക്കണേ അവന്റെ പേരിന്, അവരാണ് ബിനാമിയുടെ പേരാണ് വാങ്ങിക്കുന്നത്. മൂക്കുന്നേലെ 4-5 ഏക്കർ സ്ഥലമാണ് മൂക്കുന്നേലെ. ചേട്ടൻ എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്? 5 ലക്ഷം രൂപ. കോൺഗ്രസ് നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ VS ശിവകുമാർ EDക്ക് മുന്നിൽ ഹാജരായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. PS വിമൽ വിശദാംശങ്ങളുമായി. നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു ശിവകുമാർ. ഈ കാലഘട്ടത്തിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകളുമാണ് ED അന്വേഷണ വിധേയമാക്കിയത്. സ്വന്തം പേരിലും ബിനാമികളുടെ പേരിലും ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയതായി നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ വിജിലൻസ് കേസിന്റെ കൂടി അടിസ്ഥാനത്തിൽ ED ഈ വിഷയത്തിലേക്ക് അന്വേഷണം ആരംഭിച്ചത്. കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ കടുത്ത വിമർശനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവകുമാർ BJPക്ക് വോട്ട് മറിച്ചതായി ഭാരവാഹികൾ ആരോപിച്ചു. തദ്ദേശ
ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ദയനീയ പരാജയത്തിന് ഉത്തരവാദി മന്ത്രി വി.എസ്. ശിവകുമാറാണെന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിനിധികൾ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി.ജെ.പിക്കായി മന്ത്രി വോട്ട് മറിച്ചതായും ആരോപണമുയർന്നു. ഇതായിരുന്നു കോൺഗ്രസ് പാർട്ടി ദേവസ്വം വകുപ്പ് പോലെ അതീവ പ്രാധാന്യമുള്ള ഒരു വകുപ്പ് സുരക്ഷിതമായി ഏൽപ്പിച്ച മന്ത്രി വി.എസ്. ശിവകുമാറിന്റെ പ്രൊഫൈൽ. അദ്ദേഹത്തിനെതിരെ എത്ര ED വിജിലൻസ് കേസുകളുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ കണക്കില്ല. അനധികൃത സ്വത്ത് സമ്പാദനം, നിക്ഷേപക തട്ടിപ്പ്, ലിസ്റ്റ് അങ്ങനെ നീണ്ടുകിടക്കുന്നു. ശിവകുമാറിന്റെ സഹോദരനും അക്കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ B.S. ജയകുമാറും തന്റെ ജ്യേഷ്ഠന്റെ അഴിമതി പാരമ്പര്യത്തിന് ഒരു കളങ്കവും വീഴ്ത്താത്ത വ്യക്തിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി V.S. ജയകുമാറിനെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം തുടങ്ങി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി V.S. ശിവകുമാറിന്റെ സഹോദരനാണ് അന്വേഷണം നേരിടുന്ന ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായ B.S. ജയകുമാറിന്റെ ആസ്തിയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വൻ വർധനയുണ്ടായെന്നാണ് റിപ്പോർട്ട്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായും ദേവസ്വം ബോർഡിന്റെ ഫിനാൻസ് ഓഫീസറായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ലേലം നടത്തിയതിൽ ജയകുമാറിനെതിരെ നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ V.S. ജയകുമാർ തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം സംബന്ധിച്ച് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന്റെ അനുമതി. മുൻ ദേവസ്വം മന്ത്രി V.S. ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ V.S. ജയകുമാർ നടത്തിയ അഴിമതിയാണ് കഴിഞ്ഞ ദിവസം കൂടിയ ദേവസ്വം ബോർഡ് യോഗത്തിൽ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും ന്യായീകരിച്ചത്. താൻ നടത്തിയ അഴിമതികൾ ന്യായീകരിച്ച് V.S. ജയകുമാർ സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടുമായി കോടതിയെ സമീപിക്കാൻ പ്രസിഡന്റും അംഗവും അനുമതി നൽകി. 2014-15 മണ്ഡല മകരവിളക്ക് കാലത്ത് 1,87,00,000 രൂപയ്ക്ക് പാത്രങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ കോടികളുടെ അഴിമതികൾ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് സമഗ്ര റിപ്പോർട്ടും ബോർഡിന് കൈമാറിയിരുന്നു. V.S. ജയകുമാറിനെതിരെ വിജിലൻസ് കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോഴാണ് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടുമായി ജയകുമാറിന് കോടതിയിൽ പോകാനുള്ള അനുമതി ദേവസ്വം പ്രസിഡന്റും അംഗവും ചേർന്ന് നൽകിയത്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്നത് വെറും 3 പേരായിരുന്നു. ഒന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ കോൺഗ്രസ് MLA-യുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ. 2, ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. 3, മന്ത്രിയുടെ സഹോദരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ ജയകുമാർ. ഇവർ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ തങ്ങളുടെ അഴിമതികൾക്കായി ഉപയോഗിച്ചതെന്ന് ഈ വാർത്തകൾ നിങ്ങളോട് പറയും. 2016 ഓഗസ്റ്റ് 9-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഒറ്റയ്ക്കാണ് ബോർഡ് യോഗം ചേർന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിൽ പ്രയാറും അംഗം അജയ് തറയിലും ഒപ്പുവെച്ചിട്ടുണ്ട്. യാത്രാപ്പടി രേഖകൾ പ്രകാരം കുളനട, തിരുവല്ല, അടൂർ, കിളിമാനൂർ എന്നിവിടങ്ങളിലായിരുന്നതിനാൽ അജയ് തറയിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. പ്രയാർ യാത്രാപ്പടി രേഖയിൽ പറയും പോലെ തന്നെ ചിതറയിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്. അതായത് പ്രയാർ മാത്രമുണ്ടായിരുന്ന അന്നത്തെ യോഗത്തിലാണ് ശബരിമല പമ്പയിലെ വഴിപാട് നിരക്കുകൾ കൂട്ടാനുള്ള തീരുമാനമെടുത്തത്. അംഗം അജയ് തറയിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് വ്യക്തമായതുമാണ്. അതിനാൽ തന്നെ യോഗം കൈക്കൊണ്ട ഈ സുപ്രധാന തീരുമാനം വായിച്ചംഗീകരിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനും അഴിമതി ആരോപണ വിധേയനായ സെക്രട്ടറി V.S. ജയകുമാറുമാണെന്ന് വ്യക്തമാകുന്നു. 2016 ഓഗസ്റ്റ് 16 ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം 1,15,00,000 മരാമത്ത് പണികൾക്കുള്ള അനുമതി ഉൾപ്പെടെ 26 സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നു. യോഗ മിനിറ്റ്സിൽ മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അംഗമായിരുന്ന അജയ് തറയിൽ, സെക്രട്ടറി V.S. ജയകുമാർ എന്നിവർ ഒപ്പിട്ടിട്ടുമുണ്ട്. ഇനി പ്രയാറിന്റെയും അജയ് തറയിലിന്റെയും അന്നേ ദിവസത്തെ യാത്രാരേഖകൾ നോക്കാം. പ്രയാർ ചിതറയിൽ നിന്നും ശബരിമലയിലേക്കും അജയ് തറയിൽ ആലുവയിൽ നിന്നും ശബരിമലയിലേക്കും എത്തിയെന്ന് രേഖകൾ കാണിച്ച് യാത്രാബത്ത വാങ്ങിയിരിക്കുന്നു. ഈ രേഖകളാണ് മുൻ ഭരണസമിതിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. ഒന്നെങ്കിൽ യോഗം ചേരാതെ സെക്രട്ടറി മിനിറ്റ്സ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് ഇവർ ഒപ്പുവച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശബരിമല ദർശനം നടത്തിയെന്ന വ്യാജരേഖയുണ്ടാക്കി യാത്രാബത്ത ഇരുവരും കൈപ്പറ്റിയെന്നാണ് ആരോപണം. ഇത് മാത്രമല്ല, ക്രിസ്ത്യാനിയായ മുഖ്യമന്ത്രിയെ ശബരിമലയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ നിന്ന് വിട്ടുനിർത്തിയ ചരിത്രവും കോൺഗ്രസിനുണ്ടായിരുന്നു അവരുടെ ഭരണകാലത്ത്. വിവിധ വകുപ്പുകളുടെ ഉൾപ്പെടെ 10-ലധികം അവലോകന യോഗങ്ങളാണ് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്തിന് മുന്നോടിയായി പൂർത്തിയായത്. ദേവസ്വം മന്ത്രി, റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു അവലോകന യോഗങ്ങൾ നടന്നത്. എന്നാൽ ഇതിലൊന്നും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. തിരുവനന്തപുരത്ത് ചേർന്ന നിർണായക യോഗത്തിലും മുഖ്യമന്ത്രി എത്താതിരുന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ഇതാണ് കോൺഗ്രസ്, ഇതാണ് UDFന്റെ ഭരണം. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ശബരിമലയോടും ഹിന്ദുമത വിശ്വാസങ്ങളോടും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ദേവസ്വം ബോർഡിനെ
അറ്റുതിന്ന ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളായി തുടരുന്ന അജയ് തറയൽ, VS ശിവകുമാർ എന്നിവർക്കെതിരെ ഒരു സംഘടനാ നടപടിയെങ്കിലും എടുക്കണം. അല്ലാതെ ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ നാടകം കളിക്കുകയല്ല കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്.